ചിക്കൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. പക്ഷെ ഒരേ ടൈപ്പിൽ തന്നെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒരു ബോറിങ് വരും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായ രീതിയിൽ എന്നാലോ കുറച്ച് എഫേർട്സ് ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വെറൈറ്റി സ്റ്റൈൽ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചേട്ടൻ കാണിച്ചു തരാം. അപ്പോൾ ഒത്തു വൈകുന്നില്ല, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൽ നമുക്ക് ആക്ച്വലി വേണ്ടത് കുറച്ച് ചിക്കൻ തൈസ് ആണ്. ആക്ച്വലി വിങ്സ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, പക്ഷേ എനിക്ക് തൈസ് കിട്ടിയുള്ളൂ, അതുകൊണ്ട് തൈസ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതിലേക്ക് കുറച്ച് ജനറസ് ആയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ട് നമ്മൾ സീസൺ ചെയ്യുന്നു. അത്യാവശ്യം ജനറസ് ആയിട്ട് ഉണപ്പിച്ചിക്കേണ്ട ആവശ്യമില്ല. സോൾട്ട് കുറച്ച് കുറഞ്ഞാലും പെപ്പർ ഒരു നല്ല രീതിയിൽ ഒരു ചുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അതിലേക്ക് പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പേസ്റ്റ് ആയാലും മതി, നമുക്ക് ആ പേസ്റ്റ് കിട്ടിയാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും അത് ഉപയോഗിക്കാം. അതിലേക്ക് പിന്നെ ഒരു മുട്ട, പിന്നെ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു 1.5 to 2 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്. ഈ ഓയിസ്റ്റർ സോസ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഇപ്പോൾ ഒരുവിധം എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. അതൊരു ഇട്ടതിന് ശേഷം പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നല്ല കുഴച്ച് കുട്ടപ്പനാക്കിയിട്ട് നല്ല സ്റ്റൈലാക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം കുഴച്ചിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഒരു 1-2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി എനിക്കിത് ഇഷ്ടം, ഞാനത് ഓവർനൈറ്റ് വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് ഞാനിതാ ഓവർനൈറ്റ് വെക്കും. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ പരിവിലായിട്ടുണ്ട്, കണ്ട നല്ല സ്റ്റൈലും സംഭവമായിട്ടുണ്ട്, ഒന്ന് ടെൻഡർ ആയിട്ടുണ്ടാവും. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കോൺഫ്ലോറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൊരിക്കാം, വറക്കാം, ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കത് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്താൽ മതി, എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും, ഒരു പ്രത്യേക ഫീൽ ആയിരിക്കുക. നിങ്ങളത്തെ ഒരു ഡബ്ബ എടുക്കുക, ഈ ഡബ്ബയിലേക്ക് കുറച്ച് ഈ അരിപ്പൊടി കൊണ്ട് കൊട്ടുക. ഇപ്പൊ ഇട്ടതില്ലേ, അത് അരിപ്പൊടി ഇല്ല കേട്ടോ, മൈദയാണ്. ഇനിയാണ് അരിപ്പൊടി ഇടുന്നത്. അരിപ്പൊടി കുറച്ച്, ഈ അരിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് ഒരു സാധനം. ഇനി കോൺഫ്ലവർ, ഇടുക. ഇനി ഇതിലേക്ക് വേണ്ടുന്ന രീതിയിൽ ഉപ്പ്, കുരുമുളക്, നേരത്തെ എടുത്ത് വെച്ച ഉപ്പും കുരുമുളക് തന്നെ നമ്മൾ പാത്രത്തിലുണ്ടായിരുന്നു, ഇട്ട് കൊടുക്കുക. ലേശം മുളക് കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇരിക്കേണ്ട, വേറെയും സോസുകൾ വരാനുള്ള അതിൻ്റെ അകത്തേക്ക്. ഇത് നമ്മൾ സാധാരണ ചില ആൾക്കാർ ചെയ്യുന്നത് ഒരു ബോളിലിട്ടിട്ട് മറ്റേ ഫോർക്കും സ്പൂൺ കൊണ്ട് നടക്കുക ചെയ്യുക. കണ്ടാ ഈക്വലായിട്ട് മിക്സ് ആയി, കണ്ട എന്ത് ഭംഗിയായിട്ട് അത് മിക്സ് ആയി നോക്കി. ഇതിലേക്ക് ഇടുക, എടുത്തിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ അളക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ആ നോക്കിയ സാധനം, അത് നോക്ക് സാധനം നീ കണ്ടാ, ആണ് അടിപൊളി, കണ്ടാ കറക്റ്റ് കോട്ടിംഗ് ആണിത്. അപ്പോൾ നല്ല കോട്ടിംഗ് ഒക്കെ കിട്ടി സ്ഥിതിക്ക് നല്ല ചൂടെണ്ണയിൽ നമ്മൾ ഇട്ടു അതിനെ പൊരിക്കുന്നു. സൺഫ്ലവർ ഓയിലിൽ ആണ് ഞാൻ പൊരിക്കുന്നത്, ഒരിക്കലും വറക്കുന്നത്. എന്നിട്ട് ലേശം സെറ്റാക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിതിങ്ങനെ വറക്കാൻ വെക്കുന്നുണ്ടാവും. അതായത് ഒരു സൈഡ് ഇങ്ങനെ ഇത്തിരി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളത് മറിച്ചു കൊടുക്കുക. ഡീപ് ഫ്രൈ ആണ് പറയുക, നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ മാത്രം അതിന് മാത്രം നമ്മൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഒന്ന് ചെയ്യുക. ഒരു സൈഡിൽ നിന്ന് ലെവലായി വരുമ്പോൾ അതിനെ മറിച്ചിടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ചിലപ്പോൾ ബോറിംഗ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ചിക്കൻ ആരും അതുകൊണ്ട് കുറച്ച് കാണാൻ പാടില്ല. കാരണം ഇത് ഒരുപാട് മാത്തമാറ്റീഷ്യൻസ് ആൻഡ് ഫിസിക്സിയൻസ് ഇതിനെ പല പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഈ ചിക്കനെ. അതുകൊണ്ടാണ് നമ്മുടെ ടൈമിൽ നമ്മൾ പല പ്രോബ്ലംസ് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ, പല ഇക്വേഷൻസ് നമ്മൾ ചിലത് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് പ്രൂവ് ചെയ്യുമ്പോൾ അവസാനം നമ്മൾ എഴുതുന്നത് എന്താ, ഈ ചിക്കനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെൻസ് പ്രൂവ്ഡ് എന്ന് നമ്മൾ എഴുതുന്നുണ്ട്. എനിവേ, ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ ശേഷം ഒരു ഇങ്ങനത്തെ ഒരു ഓട്ടപാത്രത്തിലിട്ട് വെക്കുക. അപ്പോൾ അത് കൂടുതൽ നേരം ക്രിസ്പി ആയിട്ട് കൊണ്ടിരിക്കും. എല്ലാ ബാച്ചും ഫ്രൈ ചെയ്തു, ഫുൾ സാധനം ഫ്രൈ ചെയ്തിട്ടു. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ് സോസിങ് ദ മക്ക്. അപ്പോൾ അതിനെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വഴട്ടുമ്പോൾ കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കുക. പിന്നെ അതിലേക്ക് ലേശം സ്പ്രിംഗ് അണിയൻസിൻ്റെ ഈ വെള്ളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും
പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, ഒന്ന് വിൾട്ടാവാണ്ടിരിക്കാൻ, വല്ലാണ്ട് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ. അതിലേക്ക് ഉപ്പ്, കുരുമുളക്, ലേശം ചില്ലി, ഒരു കളറിനെ ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതൊരു സെറ്റായതിനു ശേഷം സോസസ് ആഡ് ചെയ്യുക. ലേശം സോയ സോസ് അറൗണ്ട് അഗൈൻ ഒരു 2 ടേബിൾ സ്പൂൺസ് ആൻഡ് അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. കെച്ചപ്പ് കുറച്ച് അധികം ഇരിക്കട്ടെ, ഒരു സ്വീറ്റ് ടച്ച്, ഒരു ടാങ്കിനെസ് ഉണ്ടാവണം, നല്ലതാണ്. ഒരു അബൌട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ ഓയിസ്റ്റർ സോസ്, അതും ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും, അതിന് ഉമാമി ഫ്ലേവർ കിട്ടും. അതും അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി സെറ്റായതിന് ശേഷം ഈ ചിക്കൻ, ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതങ്ങോട്ട് ഇട്ടിട്ട് ശരിക്കും അതിനെ കോട്ട് ചെയ്യിപ്പിക്കുക, നല്ല രീതിയിലാണ് കോട്ടാക്കുക. വേണ്ട അവസാനം ഈ സ്പ്രിംഗ് അണിയൻസിന് ഗ്രീൻസ് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലായിടത്തേക്കും കൊണ്ട് എത്തിക്കുക. നല്ല കിഡിലിനായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടെൻഡറായിട്ടും ജ്യൂസി ആയിട്ടും സാധനം വന്നിട്ടുണ്ട്. എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വീട്ടിൽ. ഒന്ന് ഇത്തിരി ഒരു 1.5 മണിക്കൂർ ഇതിന് ഡെഡിക്കേറ്റ് കൊടുത്താൽ, ഐ മീൻ അപ്പാർട്ട് ഫ്രം ദ 24 അല്ല ഒരു 12 hours ഓഫ് മാരിനേഷൻ. പക്ഷെ അതിൻ്റെ അപ്പുറം നിങ്ങൾ വെറും ഒരു 1.5 മണിക്കൂർ നിങ്ങളൊന്ന് മെനക്കെട്ടാൽ മതി ഇതിൻ്റെ അകത്തേക്ക്. വല്ലാണ്ട് ബുദ്ധിമുട്ടില്ല, ഒരു നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒക്കെ എന്നിട്ട് വല്ല പുറത്ത് പോയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൻ്റെ പകരം വീട്ടിൽ തന്നെ ഇത് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും കൂടുതൽ റെസിപ്പീസ് നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഏട്ടൻ കാണിച്ചു തരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.